ചാഞ്ഞ് കടന്നാൽ ഈ സംഭവം ഒരിക്കലും നമുക്ക് പിന്നെ ഓവർ കുരുമുളക് കിട്ടില്ല. നമുക്ക് ഇനിയും പിന്നെ ഈൽഡിങ് പിന്നെ കൂടുതൽ കിട്ടണം ഈ രീതിയിൽ തന്നെ ആക്കാം. ഇതിൽ നമ്മൾ ഇത് അങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കും. പെപ്കോ പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കുറ്റിക്കുരുമുളകിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കുറേ ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ടൈം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. കുറ്റിക്കുരുമുളക് നമ്മൾ സാധാരണയായിട്ട് വളരെ ഹൈറ്റ് കുറഞ്ഞ രീതിയിലാണ് വളർത്തിയെടുക്കുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് വളരെ കുറവായിരിക്കും. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് നമ്മളുടെ ഒരു കൃഷിരീതി അനുസരിച്ച് ഒരു കുറ്റിക്കുരുമുളകിനെ 12 അടി ഹൈറ്റിൽ വരെ കൊണ്ടുവരാം എന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈൽഡ് ലഭിക്കുകയും അതിലൂടെ നല്ലൊരു വരുമാനം കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കുറ്റിക്കുരുമുളകിനെ ആക്കിയെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതെന്താണെന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ അധികം ചെയ്യുന്നത് കുരുമുളകും അതുപോലെ കാപ്പിയും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഓരോ കാറ്റഗറി അനുസരിച്ച് വീഡിയോ എടുത്ത് കാണാവുന്നതാണ്. ഞങ്ങളുടെ പ്ലേസ് വരുന്നത് വയനാട് ജില്ലയിലാണ്. മുഹമ്മദ് അലി എന്നാണ് കർഷകൻ്റെ പേര്. അദ്ദേഹം 350ഓളം പുതിയ വെറൈറ്റി കുരുമുളകുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതലുണ്ട്. ഇപ്പോൾ നമ്മൾ 350 എണ്ണമാണ് പുറത്ത് ഇങ്ങനെ വിട്ടിരിക്കുന്നത്. ഈ ഒരു കൃഷി രീതി എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. എന്തായാലും നമുക്ക് ഓരോ വീഡിയോസായിട്ട് ഞങ്ങളിങ്ങനെ ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയിൽ സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഒരു ഗ്യാപ്പ് വരുന്നത്. എന്തായാലും നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെയൊക്കെ ഞങ്ങളെ അറിയിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇവിടെ നമ്മൾ പിന്നെ എല്ലാ പിന്നെ യൂട്യൂബിലും ചില കൃഷിയിടങ്ങളിലും കണ്ടിട്ടുള്ളത് ഇത്രയും പോകുന്നൊരു കുറ്റിക്കുരുമുളക് ഒറ്റ ഗ്രാഫ്റ്റിൽ പിന്നെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ വന്നാൽ കാണാം. ഇതേ പൊക്കത്തിലാണ് നമ്മൾ ഒറ്റ ഗ്രാഫ്റ്റിൽ കൊണ്ട്. അത് നിങ്ങൾ ഇതിൻ്റെ കവർ നോക്കും, ഒറ്റ ഗ്രാഫ്റ്റുള്ളൂ. ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം. ഇത് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? ഇതിപ്പോ 4 വർഷമായി. 4 വർഷം കൊണ്ടാണ് ഇത്രയും ഹൈറ്റിലാണ് കൊണ്ടുവന്നത്. 4 വർഷം കൊണ്ട് ഈ ഹൈറ്റിലായി. ഇനി നമുക്കൊരു 12 അടി വരെ ഹൈറ്റ് കൊണ്ടുപോകാം. അപ്പൊ പറിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഇല്ലല്ല, അപ്പൊ നമുക്കൊരു ലാഡറോ അല്ലെങ്കിൽ ഒരു സ്റ്റൂളോ ഇട്ടിട്ട് പറിക്കാം. നമ്മളിവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, ആ സ്റ്റാൻഡിൽ പറിക്കാം. അപ്പൊ ഈ കുറ്റിക്കുരുമുളകും വള്ളിക്കുരുമുളകും അതിന്റെ ഒരു ഡിഫറൻസ് എന്താ? ഇതാണോ എളുപ്പം അല്ലെങ്കിൽ വള്ളിക്കുരുമുളകായിട്ട് ചെയ്യുന്നതാണോ ഏറ്റവും നല്ലത്? ഏറ്റവും പിന്നെ മെച്ചം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, കുറ്റിക്കുരുമുളകാണ് മെച്ചം. ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മളെ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ പിന്നെ കയറ്റവള്ളിനെക്കാട്ടി കൂടുതൽ വരുമാനം കുറ്റിക്കുരുമുളകാണ് കിട്ടുക. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ? ഇങ്ങനെ കായ്ക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടോ മറ്റേ വള്ളിക്കുരുമുളക്? ഇത് ശരിക്കും ഒന്ന് പഠിക്കാനുണ്ട്. പിന്നെ ഒരു വർഷം നമുക്ക് 4 ട്രിപ്പോളം വെള്ളം കൊടുക്കുക. അപ്പോൾ 4 ട്രിപ്പിന് ഇത് മൂക്കാനുള്ള സമയം ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കും. ഇതാണ് പറയുന്നത്, ഇതൊന്ന് പഠിക്കാനുണ്ട്. ഇതിന് വാവട്ടം തുറക്കുന്ന സമയം നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ അതിന് വളം കൊടുക്കുന്ന ടൈമാണ് ഈ വാവട്ടം തുറക്കുന്നത്. അത് ഓരോ കൃഷിക്കാരൻ്റെ കൃഷിയിടത്തിലും അത് നമ്മൾ പരീക്ഷണം നടത്തിയതിന് ശേഷം അത് ഏതൊക്കെ സമയത്തിലാണ് കിട്ടുക എന്നുള്ളത് പഠിക്കാൻ പറ്റുള്ളൂ. അത് ഇവിടെ വന്നാലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. നമുക്ക് ഈ യൂട്യൂബ് കൂടെ ഒന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഈ കുറേ പറയുമ്പോൾ ആൾക്കാർക്ക് കുറേ തെറ്റിദ്ധാരണകളൊക്കെ വരില്ല. അപ്പം നേരിട്ട് വന്നിട്ട് ഇതെന്താണ് ഇങ്ങനെ ആയിട്ട് ഇത്രയും വിളവ് കിട്ടാനുള്ളതും ഇത്രയും ഐറ്റം എങ്ങനെ പിന്നെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ പഠിക്കാം. ഇത്ര ഐറ്റം മാത്രമല്ല, ഇതിനെ 4 ഭാഗത്തേക്ക് നമുക്ക് കൊണ്ടുപോകാം. ഇതിലും വീതി കൂടുതൽ. ഇത് ഞാൻ ചെയ്തിരിക്കുന്ന കൃഷി ലേശം കൂടെ അടുപ്പായി പോയി. പക്ഷേ ഇതൊരു 7 അടിക്കാണ് ഇത് വെക്കേണ്ടത്. അത്രയും നമുക്ക് പിന്നെ വീതിയിലും പിന്നെ പൊക്കത്തിലും നമുക്ക് ഇതിനെ കൊണ്ടുവരാം ഒറ്റ ഗ്രാഫ്റ്റിൽ. അപ്പോൾ ഇതിപ്പോൾ തിരിയിടാൻ വെമ്പൽ കൊണ്ടുവയ്ക്കുകയാണ്. തിരി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ മഴ പെയ്യുന്ന സമയത്താണ് തിരി ഇടുന്നത്? അല്ല, അത് ഞമ്മ 17 ദിവസം കൂടുമ്പോഴാണ് ആ ട്രീറ്റ്മെന്റ് ചെയ്യുക. 17 ദിവസം. അപ്പോൾ ഏതൊരു കുറ്റിക്കുരുമ്പോഴും നമുക്ക് 1 വർഷം വരെയാണ് ഒരു തിരിയിൽ നിന്നും ഒരു ഇലയിൽ നിന്നും ഒരു തിരിയായിട്ട് വരിക. പിന്നെ ഈ ചെടി മൂക്കും. ഈ ചെടി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്വഭാവം മാറും. ഈ മാറുന്ന ഘട്ടത്തിലാണ് നമ്മൾ പെട്ടെന്ന്, അതായത് നമ്മൾ പെട്ടെന്ന് ഇതിന് കുറഞ്ഞ രീതിയിൽ പിന്നെ വളങ്ങളും വെള്ളവും, പിന്നെ വെള്ളം ദിവസം വേണം, മഴ അല്ലെങ്കിൽ പിന്നെ കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു മാറ്റം അത് വരുത്തും. ചെടി മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന തിരിയുടെ എണ്ണം അങ്ങനെ കുറയോ, അല്ലെങ്കിൽ പിന്നെ തിരി ഇടുന്നത് കുറയോ? ഇല്ല, തിരി ഇടുന്നത് കുറയില്ല. ഓരോ ജമ്പിങ്ങിൽ ആയിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിലർ പറയും 365 ദിവസം കുരുമുളക് ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷേ അതങ്ങനെയല്ല, അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതാകണം. പറിച്ചു കഴിഞ്ഞ് 1 മാസം പിന്നെ ഒന്ന് കഴിയുമ്പോഴത്തേന് അടുത്ത് തിരി വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ് അതൊക്കെ ഇവിടെ വന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇതൊക്കെ കാണിച്ചാലും ചിലവർക്ക് എന്നാലും അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ഇവിടെ നമ്മൾ ഓരോ കുറ്റിക്കുരുമുളകും ഡിഫറെന്റ് വെറൈറ്റി ആണ്. ഓരോന്ന് ഇതാ ഇവിടെ ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? കുരുമുളക് കാണിക്കാം.
7 വരെ ഇതാ ഇങ്ങനെ കഴിച്ചു ഇങ്ങനെ കയ്യെത്തി. ഇതാണ് 7 വരയെന്ന് പറഞ്ഞത്. ഏകദേശം 450 ഗ്രാമാണ് 7 വരയിൽ വരുന്നത്. ഇതിൻ്റെ 1 ഉണ്ട് 2 ഉണ്ട്. ഇത് തിരിമുറി എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് നമുക്ക് കുറ്റിക്കുരുമുളക് ഉണ്ടാവും. പക്ഷെ ഇതേപോലെ ഇതിൽ തന്നെ ഉണ്ടാവണം ഒരേ ജമ്പിങ്ങിൽ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം പറിച്ചു. ഈ കുരുമുളക് നോക്കി ഇതേപോലെ ഇതുണ്ട്. ബാക്കി എല്ലാ കുരുമുളകും നമ്മൾ പറിച്ചു കഴിഞ്ഞു. ഇത് കണ്ടല്ലോ, ഇതേ ജമ്പിങ്ങിൽ നമുക്ക് വരും. അപ്പൊ ഇതിന് കാലാവസ്ഥ എന്തെങ്കിലും ഇല്ല, ഇതിന് കാലാവസ്ഥന്റെ പ്രശ്നങ്ങളില്ല. കുറ്റിക്കുരുമുളകിന് കാലാവസ്ഥന്റെ പ്രശ്നങ്ങളില്ല. പിന്നെ കാലാവസ്ഥ ഓവർ അലത്തല്ലി ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പൂമ്പൊടി കൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. വലിയ മഴ പെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ മഴ പെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ വെയിലാണെങ്കിലോ, വെയിൽ 32 ഡിഗ്രി കുറ്റിക്കുരുമുളക് പിന്നെ ഇത് താങ്ങാൻ പറ്റും. അപ്പൊ പച്ച നെറ്റ് എന്തെങ്കിലും കെട്ടിക്കൊടുക്കുക ഇതുപോലെ വെയിലുള്ള സമയത്ത് മാത്രം. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും ഹൈറ്റിൽ ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമ്മളിങ്ങനെ ഒരു കാലിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ കെട്ടി കൊടുത്താൽ മാത്രമേ നമ്മൾ കുറച്ചും കൂടി ലെങ്ത്തിൽ ഹൈറ്റിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. വീതിയിലും കൊണ്ടുവരാം. ഈ ഒരു കണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു എക്സ്ട്രാ കാലിട്ടിട്ട് ഇതിനെങ്ങനെ കൊണ്ടുവന്നാൽ മതി. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇത് ഇങ്ങോട്ട് ആയിക്കോളും. അതേപോലത്തെ ഒരു കുണ്ട തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഇത് കയറിട്ട് കെട്ടുന്നില്ലേ, ആ രീതി കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൂടുതലായിട്ട് ചാഞ്ഞ് കടന്നാൽ ഈ സംഭവം ഒരിക്കലും നമുക്ക് പിന്നെ ഓവർ കുരുമുളക് കിട്ടില്ല. നമുക്ക് ഇനിയും പിന്നെ ഈൽഡിങ് കൂടുതൽ കിട്ടണം ഈ രീതിയിൽ തന്നെ ആക്കണം. അതിപ്പോ സാധാരണ കുറ്റിക്കുരുമുളക് കൊണ്ടുപോയിട്ട് നമ്മൾ വെറുതെ അങ്ങനെ വെച്ച് കൊടുത്ത ഒരു വടി കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വളരൂല. ചട്ടിയിൽ എല്ലാവരും പറയുന്ന പോലെ 3 കിലോ 4 കിലോ 5 കിലോ 10 കിലോ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഒരൊറ്റ ചൂട് നമുക്ക് കിട്ടും പച്ച. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ പരമാവധി ഇതിനായിട്ടും വീതിയും കൊണ്ടുവരിക. അപ്പൊ കൂടുതലായിട്ട് കാഴ്ചകളും. പിന്നെ ഈ കെട്ടി കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കുറെ മുന്നേ ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുവോ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ നമ്മള് മരത്തിലേക്ക് അകത്തത് കെട്ടും. പിന്നെ നമ്മളിത് എങ്ങനത്തെ ഒരു കുടുക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഈ ചാഞ്ഞ് കിടക്കുന്ന വള്ളിയില് പുതിയ ഇതിന് നമ്മൾ അങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുക. താങ്ങുകാലിലേക്ക് കെട്ടിയിട്ട് ഇവിടുന്ന് ഇടക്കിടക്ക് നമ്മളിങ്ങനെ കെട്ടി കൊടുക്കുമല്ലോ. ഇതാ ഇങ്ങനെ കെട്ടി കൊടുക്കുക. അങ്ങനെ താങ്ങുകാലിലേക്കാണോ അല്ലെങ്കിൽ വേറെ കുരുമുളകിന്റെ അല്ല, ആദ്യം താങ്ങുകാലിലേക്ക് ആദ്യത്തെ കണ്ണി കെട്ടും. ഈ കണ്ണി കെട്ടി കഴിഞ്ഞാൽ ഈ കണ്ണിയിൽ നിന്ന് ഈ കണ്ണിലേക്ക് തന്നെ പിന്നെ ഈ കയറിലേക്ക് കൂട്ടി കെട്ടി കൊടുക്കും. കയറിലേക്ക് കൂട്ടി കെട്ടിയാൽ മതി. ആദ്യം നമ്മൾ ആദ്യത്തെ ശാഖ വരുന്നത് താങ്ങുകാലിലേക്ക്, പിന്നെ വരുന്നതൊക്കെ ഈ വരുന്ന വള്ളിയിലേക്ക് കൂട്ടി കെട്ടി കൊടുത്താൽ മതി. എന്നിട്ട് അതിങ്ങനെ ഒരു കൂടാരം പോലെ ആക്കിയെടുക്കുക. എന്നാ മാത്രമേ പുതിയ ബ്രാഞ്ച് വരുള്ളൂ അല്ലേ. ഇവിടെ ഇപ്പൊ നമ്മളിത് കൃഷി വകുപ്പിലുള്ള ആൾക്കാർ കുറച്ച് പേരെ ഇവിടെ വന്നിട്ടുള്ളൂ. പിന്നെ പെരുവണ്ണാമൊഴി, അതേപോലെ കോഴിക്കോട് സുഗന്ധ വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നൊക്കെ ആളുകൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ ചില ഓഫീസർമാർ ഈ സ്വാമിനാഥൻ ഫൗണ്ടേഷനുള്ള സാർമാരൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അവരോട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ഉൾക്കൊള്ളാൻ പ്രയാസം. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ കൃഷി ചെയ്യാനേ പറ്റില്ല, അത് വെറുതെ പറയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഇത് കാണും. നമ്മൾ അവരെ കൂടെ പോവല്ല, അവരെ കുറ്റപ്പെടുത്തുമല്ല. പക്ഷെ നമ്മളൊരു കൃഷി രീതി സ്വന്തമായിട്ട് തന്നെ നമ്മൾ കണ്ടെത്തിയ കൃഷി രീതിയും കുരുമുളകും നമ്മൾ തന്നെ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഇനങ്ങളാണിത്. ഇതൊന്നും പുറത്തുനിന്ന് ആർക്കും എവിടെ നിന്ന് കിട്ടാത്ത കുരുമുളകാണ്. ഇവിടെ നമ്മൾ കൂടുതൽ വള്ളികൾ കൊടുക്കില്ല. ഒരാൾക്ക് 1 2 വള്ളിയിൽ കൂടുതൽ ഒരിക്കലും കൊടുക്കില്ല. അത് ശരിക്കും പഠിപ്പിച്ചിട്ടേ ഇവിടുന്ന് വിടുള്ളൂ, ആ രീതിയിൽ കൃഷി ചെയ്യാൻ. നമ്മളെ ഇവിടെയുള്ള കുരുമുളക് എല്ലാം നല്ല ദൃഢതയുള്ളതും നല്ല വെയിറ്റ് ഉള്ളതും ഉള്ള കുരുമുളകുകളാണ് എല്ലാം. ഇത് നമ്മൾ പറിച്ചു കഴിഞ്ഞല്ലേ ഇതിപ്പോ ഇങ്ങനെ ഒരു വർഷത്തിൽ തന്നെ 3 തവണ കായ്ക്കുന്നത്. ഇത് നമ്മള് 4 തവണ കായ്ച്ചിട്ടുണ്ട്. നാഗവാലി എന്ന് പറയുന്നത് നാഗവാലി എന്ന് പറഞ്ഞ കുരുമുളകാണ്. ഇതിലിപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞു, ഇത് 2ാം ട്രിപ്പ് വന്നിട്ടുണ്ട്, അതും ആവുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യും. കുറ്റിക്കുരുമുളകിന് താങ്ങുകാലായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാഴ്മരങ്ങളാണ്. പാഴ്മരങ്ങൾ വെട്ടിയിട്ട് നമ്മൾ അങ്ങനെ കാലിട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി പച്ച മരത്തിൽ ഒരിക്കലും നമ്മൾ കുറ്റിക്കുരുമുളക് ഇങ്ങനെ താങ്ങുകാലായിട്ട് നിർത്താൻ പാടില്ല. കാരണം നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വളം മുഴുവൻ ആ പച്ചമരം വലിച്ചെടുക്കും. അതിനാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ കമ്പിയിൽ പെയിന്റ് അടിച്ചിട്ട്, വാർക്ക കമ്പിയിൽ പെയിന്റ് അടിച്ചിട്ട് നമുക്കിങ്ങനെ കൊടുക്കാം. ഈ താങ്ങുകാല ഈ രീതിയിൽ കൊടുക്കുന്ന സമയത്ത് നമുക്കത് ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വേറൊരു താങ്ങുകാലായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് മാറ്റി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഈ താങ്ങുകാലും ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അപ്പോഴാണ് നമ്മളിതിങ്ങനെ മാറ്റി കൊടുക്കേണ്ടി വരിക. ഇനിയിപ്പോൾ വാർക്ക കമ്പിയിൽ പെയിന്റ് അടിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് താങ്ങുകാലായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ മാറ്റി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. PVC പൈപ്പിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതിന് കുറേ ഡ്രോബാക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇപ്പം എന്തായാലും ഞങ്ങൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്.
ഇപ്പൊ നമ്മള് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതിനൊക്കെ അതിലൊക്കെ തിരി വന്നത് അല്ലേ? ഇതൊക്കെ വള്ളിക്കുരുമുളകാണോ അല്ല ഇത് കുറ്റിക്കുരുമുളക്, ഇത് കുറ്റിക്കുരുമുളക്, ഇത് വള്ളിക്കുരുമുളക്. കുരുമുളകാണ് എങ്ങനെ തിരിച്ചറിയാം? അതിപ്പോ ഇത് കുറ്റിക്കുരുമുളകാണെന്നുള്ള ഇതിന്റെ പിന്നെ ഈ പിന്നെ ശിഖരങ്ങൾ എടുത്തിട്ടുള്ള ചെയ്താണ് കുറ്റിക്കുരുമുളക് വരുന്നത്. ബ്രാഞ്ച് ആയിട്ടുള്ളത്. ഇത് നമ്മൾ കയറ്റവള്ളിയാണ്. കയറ്റവള്ളിക്ക് ഒറ്റ ഇതില് അതിൽ നിന്ന് നമ്മൾ ഇവിടെയുള്ള ഏത് വള്ളികളും കണ്ണികൾ പെട്ടെന്നാകുന്ന ഇനങ്ങളാണ്, പെട്ടെന്ന് കണ്ണികളാകുന്ന ഇനങ്ങളാണ്. ഇവിടെ നമ്മൾ 1 മാസം കൊണ്ട് 1 മീറ്റർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് കർഷകന്. അപ്പോൾ ഒരു വള്ളി കൊടുത്താൽ തന്നെ ഒരു 10-700 എണ്ണം ഒരു വള്ളിയിൽ നിന്ന് 1 വർഷം ഉണ്ടാക്കാം. നമ്മൾ ഇതിൽ നിന്ന് ലെയർ ചെയ്ത് മാറ്റാനാണ് പറയുന്നത്. അപ്പോഴത്തേന് കണ്ണിയാവും, കണ്ണിയുള്ളത് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഇവിടെ മനസ്സിലായി, ഇവിടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതേപോലെ കണ്ണിയുള്ള വള്ളി 3 എണ്ണമാണ് വരും. കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തപ്പോൾ ഇതുണ്ടോ 1 2 3 ഇതാ ശരിക്കും നോക്കിക്കോളെ, ഇതാണ് 1 2 3 ഈ 3 ലെയറിങ് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോഴത്തേന് പിന്നെ 9 എണ്ണ വരിക. അങ്ങനെ തന്നെ മാറ്റിയാൽ മതി. നമുക്ക് മഴമറകളും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഏത് മരത്തിലാണ് അവിടുന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് മാറ്റുന്നതാണ്. അപ്പൊ ഈ വള്ളിക്കുരുമുളകിന് ചൂട് പ്രശ്നമല്ല, ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലല്ല, ഈ പച്ചനെറ്റ് കെട്ടേണ്ട ആവശ്യമില്ല അല്ലേ? കുറ്റിക്കുരുമുളകാണെങ്കിൽ 32 ഡിഗ്രിന്റെ 32 ഡിഗ്രിയിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇല പൊള്ളി കൊഴിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മളൊരു പച്ചനെറ്റ് എന്തെങ്കിലും കെട്ടി കൊടുക്കുക. ഇപ്പൊ ചൂട് കൂടിയ സമയം കൊണ്ട് പച്ചനെറ്റ് കെട്ടി കൊടുക്കുന്നത് നല്ലത്. തിരി ഇതാണ്ടോ സ്റ്റാർട്ടിങ് ആയി, എല്ലാം ഇതാണ്ടോ സ്റ്റാർട്ടിങ് ആയി, തിരി വന്നു തുടങ്ങി. ഇനി ഒരു മഴ പെയ്താൽ ഒന്നും കൂടി തിരിയിടോ? ഇല്ല, ഒരു മഴ ഒന്നും വരില്ല, ഇതായി തുടങ്ങി. ഇനിയിപ്പോ അടുത്ത് തന്നെ തിരി പെട്ടെന്നാവും. ആവൂല. ഓക്കെ. ഇത് നമ്മൾ നമ്മൾ നോക്കുന്ന തോട്ടത്തിലേക്ക് അവര് കുറ്റിക്കുരുമുളക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ ചെന്നിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. എല്ലാവർക്കും നമ്മൾ ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതിലൊക്കെ തിരിയിട്ടുണ്ട്. ഈ കാലിങ്ങനെ വെച്ചതിന്റെ ഉദ്ദേശം ഇത് നമ്മൾ പുതിയ ഇനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഗളിപ്പിനത്തിൽ കൊടുത്തിട്ട് പുതിയ ഇനങ്ങൾ ആക്കിയെടുത്ത് കൂടുതൽ ആക്കി വരും. ഇതെങ്ങനെയുള്ള കണ്ണികളുള്ള വള്ളിയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതാ ഇങ്ങനെ കണ്ണികൾ ഈ അയച്ചുണ്ടാവും. കുരുമുളക് അടിമുളക് കാണിച്ചു കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ 1 മാസം കൊണ്ടാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഇങ്ങനെ ആയി കിട്ടുമെന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ ഇതിവിടെ വന്നാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്, ആ കൃഷി രീതി അങ്ങനെയാണ്. നമ്മളെ കൃഷി രീതി ഒരു വ്യത്യസ്ത കൃഷി രീതിയാണ്. ഇത്രയും ഹൈറ്റിലുള്ള വള്ളികളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. വണ്ടിയിൽ വണ്ടിക്കാർ വരികയാണ് നമ്മൾ കടത്തി ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഒരു ഷോപ്പറായിട്ട് വരുന്ന 1-2 വള്ളി നമ്മൾ മടക്കി ചുരുട്ടി അതിനകത്ത് വെച്ച് കൊടുക്കും. അപ്പൊ വള്ളി പൊട്ടി പോകുന്നില്ല. നമുക്ക് കൊറിയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുള്ളതുകൊണ്ട് കൊറിയർ ചെയ്യാൻ കഴിയില്ല. അത് ചിലപ്പോൾ കണ്ണികൾ പൊട്ടിപ്പോകും. ഇങ്ങനെ വന്ന് കൊണ്ടുപോകുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഇനിയിപ്പോ എപ്പോഴാണ് കുറ്റിക്കുരുമുളക് കൊടുക്കാൻ ആയോ? ഇപ്പോ ഇല്ല, ആയിട്ടില്ല. ജൂലൈ ഒക്കെ ആവും. കയറ്റവള്ളിയൊക്കെ അപ്പോഴത്തേക്കാവും. ഇപ്പൊ കയറ്റവള്ളിയൊക്കെ ഈ കണ്ടീഷനിൽ കണ്ണികളുള്ള വള്ളികളായി തുടങ്ങുന്നുള്ളൂ. ഇത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാല് കൊടുക്കുമ്പോ കുറച്ചും കൂടി പിന്നെ എളുപ്പത്തില് വേര് പിടിക്കും അല്ലേ? ഇതിലേക്ക് വേര് പിടിപ്പിച്ച് ലെയറിങ് ചെയ്ത് വേഗം മാറ്റിയെടുക്കാം. പക്ഷെ നമ്മളിത് ഇങ്ങനെ സ്ഥിരമായിട്ട് വെക്കുന്നില്ല. ഇത് പെട്ടെന്ന് ചെതൽ പിടിച്ചു പോകുമല്ലോ. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാനുള്ള അല്ലാതെ ഇത് നമുക്ക് കുരുമുളക് വള്ളി കൂടുതൽ ഉത്പാദിക്കാൻ വേണ്ടി മാത്രമാണ്. പുതിയ വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അല്ലേ? പുതിയ വെറൈറ്റിയിൽ ഇതൊക്കെ എന്താ കുരുമുളക് വരിക നമുക്ക് പറയാം. ഇതൊക്കെ പുതിയ ഇനങ്ങളാണ്. ഇതപ്പോൾ കണ്ണിയായി തുടങ്ങി. പുതിയ 2 ഇനങ്ങൾ തമ്മിൽ ഒന്നാക്കുന്ന രീതിയാണ്. അതിലിപ്പോൾ ഇതാ കണ്ണി ആയി തുടങ്ങി. ഇനി ഇത് ഏത് കുരുമുളകാന്ന് പറയാൻ പറ്റില്ല. നോക്കണത് അങ്ങനെയാണ്. ഇന്നത്തെ വീഡിയോ ഏവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ഞാനൊരു നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളത് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഞങ്ങൾ ടൈമിനനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി പെപ്കോ പ്ലാന്റ് വീണ്ടും എത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.